ഹേ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. അപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇപ്പോൾ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്. കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തില്ലെങ്കിൽ ആ ഒരു ടച്ച് പോകും. അതുകൊണ്ടാണെന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഞാനിപ്പോൾ സിറ്റി സെൻറ്ററിലേക്കാണ് പോകണമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ആൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ സ്പോർട്സ് ഡയറക്റ്റ്, പ്രൈമാർക്ക്, അങ്ങനെ ഉള്ള 1-2 ഷോപ്പുകളിലൊക്കെ പോയിട്ട് തിരിച്ച് വരണം. നല്ല മഴ ഉണ്ട്, കണ്ടില്ലേ? നല്ല മഴയാണ്. ഇപ്പോൾ സമയം ഒരു 2:30-2:45 ആയിട്ടുണ്ട്. ആരും തന്നെ അധികം റോട്ടിൽ നടന്നു പോണില്ല. ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം. ഇടയ്ക്ക് 1-2 കാറുകളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ആപ്പിൾ മരമുണ്ട്. അതിൽ അന്ന് പോകുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ആപ്പിളൊക്കെ ഉണ്ടായി കാണണം. ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ ആപ്പിളാണ്. ചെറുതായിട്ട് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊക്കെ സെറ്റാവാം. അപ്പോൾ നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ പൊട്ടിക്കാം. 1 മണിക്കൂർ കൂടി മഴ ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും കുട എടുത്തത് നന്നായി. നമുക്ക് ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് സിറ്റിയിലേക്ക്. അപ്പോൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ചിലപ്പോൾ ലിഡിലിൽ കയറിയിട്ടായിരിക്കും സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ലിഡിലത്തെ കുറച്ച് കാഴ്ചകളും കാണിക്കാം. ഇപ്പോൾ ലിഡിലെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് മാറിയതിൻ്റെ ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ലിഡിലിൽ കയറേണ്ട. മഴ എന്തൊരു മഴ. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ കത്തീഡ്രലിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് സുപരിചിതമായ ഒരു സ്ഥലമാണിത്. എന്നാലും കുറേ കാലത്തിന് ശേഷമാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശരിക്കും കണ്ടോളി. മഴ എന്ന് പറഞ്ഞാൽ അമ്പോ പെട്ട മഴ. ഇപ്പം നൈസായിട്ട് തണുക്കണമുണ്ട്. ജാക്കറ്റ് എടുത്താൽ മതിയായിരുന്നു എന്ന് ചെറിയൊരു തോന്നൽ. ചിലപ്പോൾ പറയാനില്ല, 2 കടയിൽ കയറി ഇറങ്ങുമ്പോഴേക്കും മഴ മാറി വെയിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രൽ. അവിടുന്ന് മണിയടിക്കണം ചേട്ടില്ലേ, അവിടെ പോകണമെങ്കിൽ കുറേ പ്രാവുകളൊക്കെ മഴയത്തൊന്ന് തീറ്റെടുക്കുന്നുണ്ട്. പിന്നെ ഈ മരം നല്ല അടിപൊളി മരമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരത് വെട്ടി നിർത്തിയേക്കുക. ഈ റെഡ് ഇലയുള്ള ഈ മരം. ലിഡിലിൽ പോയില്ല, പകരം ആദ്യം പോയത് M&Sക്ക് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അങ്ങനെ M&Sന്ന് നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടി. പിന്നെ അവിടുന്ന് ആ സ്റ്റോറിൽ നിന്ന് കുറച്ച് 1-2 സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വന്ന് സാധാരണ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല, കുറവാണ്. എന്നാലും ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മേടിക്കും, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് നേരെ കയറി ചെന്നത് H&Mലാണ്. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് അവരുടെ എന്തോ ഗ്ലോബൽ ഇഷ്യൂ ആയ കാരണം 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആ ടീഷർട്ട് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ പോയിട്ട് അതേ ടീഷർട്ട് തന്നെ ഞാൻ നോക്കി വാങ്ങിച്ചു.
ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. അത് വേറെ കാര്യമായിട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴ തുറന്ന സമയത്ത് കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും മഴയ്ക്ക് ഒരു കുറവുണ്ട്. എന്നാലും അടുത്തൊരു ചായ കുടിക്കാം. എന്നിട്ട് കുറച്ചപ്പുറത്തുള്ള ടെസ്കോ ഉണ്ട്, സൂപ്പർ സ്റ്റോർ, അവിടെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. ഓ നല്ല മഴയായിരുന്നു. ഏതായാലും നമുക്കിനി വേറെ റൂമിലേക്ക് പോകാം. ചായ കുടിച്ച് ടെസ്കോ സൂപ്പർ സ്റ്റോറിലേക്ക് ഇറങ്ങി. ഇപ്പം മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ആ ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല മഴക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ സമയം 7:15 എന്നാലും വെളിച്ചം കണ്ടില്ലേ. ഇപ്പോൾ ഒന്നിങ്ങനെ മഴ നിന്ന് പെയ്ത കാരണം, അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടാവേണ്ടതാണ്. കണ്ടോ ആ ഭാഗത്തൊക്കെ ഈ വണ്ടി ഉണ്ടോ, റെനോയുടെ ഒരു വണ്ടിയാണ്, സിംഗിൾ സീറ്റ്, ഒരാൾക്ക് ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി. അതിനൊരു മൂൺ റൂഫ് അടക്കം അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയ്യോ ടെസ്കോയിൽ ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ വൻ തിരക്ക്. നമ്മുടെ നാട്ടിൽ സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കണ കടകളിലൊക്കെ ഉണ്ടാവില്ലേ തിരക്ക്, അതേപോലത്തെ തിരക്കായിരുന്നു ഇന്ന്. അത് കാരണം അധികം നല്ല ഒരു വീഡിയോ പോലും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ അത് കാരണം ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാനിതാ ഒരു പാർക്കിലേക്ക് കയറുകയാണ്. ടെസ്കോയിൽ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക് വരുന്നത്. അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇവിടെ സമയം വൈകുന്നേരം 7:48 എന്നിട്ട് ലൈറ്റ് കണ്ടില്ലേ. ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ സെറ്റപ്പ് വേണമായിരുന്നു. രാത്രി 9 മണി വരെ അല്ലെങ്കിൽ 10 മണി വരെ ഇതേപോലെ ലൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊക്കെ വെക്കേഷനിൽ അത്രയും നേരം കളിക്കാൻ പറ്റിയിരുന്നില്ലേന്ന്. ഇവിടെ ഇന്നിപ്പോൾ അവിടെ ചെറിയ പിള്ളേർ മാത്രം അവിടെ കളിക്കണുള്ളൂ, കണ്ടില്ലേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കലുണ്ടാവും. ഇന്നിപ്പോൾ ഒറ്റാളാരും കാണാനില്ല. അയ്യോ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ബാഗിൽ നിറച്ച് ലോഡായ കാരണം അങ്ങോട്ട് നടക്കണില്ല. കുറച്ച് നേരം അവിടെ ആ ബെഞ്ചിലിരുന്നിട്ട് കാറ്റ് കൊണ്ടിട്ടൊരു 8 മണിയാകുമ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മളെ സ്ഥിരം പോകാറുള്ള വെസ്റ്റേൺ പാർക്ക്. പിന്നെ എന്തായാലും അവിടെ പോകണില്ല. ആ പോണൊരു എലി കണ്ടോ, കാണാൻ പറ്റും വിചാരിക്കുന്നു. ഒരു അണ്ണാനൊക്കെ പോണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ രാത്രി കഴിക്കാനായിട്ട് പോകുന്നത്. ചോറും ചിക്കൻ കറിയും പിന്നെ നാരങ്ങ അച്ചാറും. ഭക്ഷണം കഴിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇന്നില്ല. ഇന്ന് മണി ഇൻ ദ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മണി ഇൻ ദ ബാങ്ക് കണ്ടിട്ട് ഉറങ്ങും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.